നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരളത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മൊത്തം ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. ബേപ്പൂരിൽ PV അൻവർ ഒരു ഭാഗത്ത്, അപ്പുറത്ത് മരുമോൻ മത്സരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ പോർക്കളം കാണുന്നത്? കോഴിക്കോട് എന്ന് പറയുന്നത് എൻ്റെ ഒരു വികാരമാണ്. ഞാൻ കോഴിക്കോടുകാരനാണ്. ബേപ്പൂർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അറിയുന്ന സ്ഥലമാണ്. കോഴിക്കോട് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് ബേപ്പൂര്. മലപ്പുറവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ബേപ്പൂര്. ഇവിടെ എക്കാലത്തും UDF തോൽക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ്. ഇവിടെ അടിയന്തരാവസ്ഥ സമയത്ത് NP മൊയ്തീൻ ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതാവ്. അപ്പോൾ 1977 ഇലക്ഷനിൽ NP മൊയ്തീൻ ജയിച്ച സ്ഥലമാണ് ബേപ്പൂര്. പക്ഷേ അവിടെ എല്ലാ കാലത്തും ചാത്തുണി മാഷായിരുന്നു വിജയിക്കാറുള്ളത് CPM-ന്. പിന്നീട് ചാത്തുണി മാഷ് അവിടെ നിന്ന് ഇവിടെ പോയി, എന്താണ് നമ്മുടെ CMP-യിലേക്ക് പോയി. അങ്ങനെയാണ് ചരിത്രം. പിന്നീട് അവിടെ ഏത് കാലത്ത് ഏത് മരക്കൊമ്പിനെ കൊണ്ടുവച്ചാലും ഒരു കുറ്റിച്ചോലിനെ കൊണ്ടുവച്ചാലും LDF ആണ് ജയിക്കാറ്. 82-ന് ശേഷം അങ്ങോട്ട് ഇവിടം വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യം അവിടെ വലിയ നല്ല ശക്തനായ സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്നുള്ളതാണ്. ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ ബേപ്പൂർ പിടിച്ചെടുക്കാവുന്നുള്ളൂ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിനാണ് അവിടെ LDF ജയിച്ചിരിക്കുന്നത് അറിയാമോ? 1000-ന്റെ സംതിങ് ആണ്. 1343 വോട്ട്, 45 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആർക്കുള്ളത്? LDF-നുള്ളത്. അതിന്റെ അർത്ഥം എന്താ? 28,000-ലും ഏറെ വോട്ട് ഭൂരിപക്ഷമുള്ള കോഴിക്കോട് ബേപ്പൂരില് താഴേക്ക് പതിച്ച് 1345 എത്തുക എന്ന് പറഞ്ഞാൽ, അതും മരുമോന്റെ മണ്ഡലമാണ്, മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ മുഹമ്മദ് റിയാസ് വന്നതുകൊണ്ട് സുവർണ കാലഘട്ടമാണ്, വികസനത്തിന്റെ പറുദീസയാണ് ബേപ്പൂരിൽ നടന്നത് എന്നുള്ള പ്രചരണം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബേപ്പൂരിൽ 1345 താഴ്ന്നു? കോഴിക്കോട് ജില്ല എന്നും UDF-നോട് എതിരായിരുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ട് വർഷങ്ങളായി. സുജനപാലും അതേപോലെ സുജനപാലാണ് ശരി, ശങ്കരനും മുമ്പത്തെ മന്ത്രിയായ ശങ്കരനും, ഇവർ രണ്ടുപേരും മരിച്ചുപോയി. രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും മരിച്ച് പേര് മാത്രമാണ് അടുത്ത കാലത്ത് ജയിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ അടുത്ത കാലത്ത് UDF-ന്റെ ബലികേറാ മലയാണ് കോഴിക്കോട്. ആ കോഴിക്കോട് ജില്ലയിൽ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ ഇലക്ഷനിലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ശേഷം UDF-ന് വൻ മുന്നേറ്റമാണെന്ന് മാത്രമല്ല LDF തകർന്നു തരിപ്പണമായി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ 11 സീറ്റും 10 സീറ്റും UDF-ന് ആണെന്നുള്ളത് വലിയ ചരിത്രമാണ്. ഇപ്പം ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വരുന്നത് എന്താ? 9 മുതൽ 11 വരെ UDF നേടുമെന്ന് പറയുമ്പോൾ എന്തൊരു മാറ്റമാണ് കോഴിക്കോട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ മാറ്റം ഉണ്ടാവുന്നതിന് പ്രധാന കാരണം കോഴിക്കോട് CPM-നെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു നേതാവ് മുന്നിലേക്ക് കയറി വന്നുകൊണ്ടാണ്. ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത ഒരു ഗുണ്ടാ നേതാവായ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് ബേപ്പൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് വഴിയും തുടർന്ന് എല്ലാവരെയും കവർ ചെയ്ത് എത്രയും മുതിർന്ന നേതാക്കന്മാരെ മറികടന്ന് മരുമോനായതുകൊണ്ട് മാത്രം, മുഖ്യമന്ത്രിയുടെ മരുമോനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ മന്ത്രിയാക്കി കൊടുത്തു എന്നുള്ളത് കൊണ്ട് കോഴിക്കോട് ജനങ്ങൾ വെറുപ്പും അറപ്പോട് കൂടിയിട്ടാണ് ഈ മുഹമ്മദ് റിയാസിനെയും പിണറായി വിജയനെയും കാണുന്നത്. ഇത്രയും കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ചില തത്വങ്ങൾക്ക് അടിസ്ഥാനമായി, ആശയങ്ങൾക്ക് അടിസ്ഥാനമായി, സദാചാര മൂല്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് ഈ CPM. അത് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് എപ്പോഴും സത്യവും നീതിയും മര്യാദയിൽപ്പെട്ട് പോകുന്ന ഒരു പാർട്ടി കൂടിയായിരുന്നു. എന്നാൽ മുഹമ്മദ് റിയാസിൻ്റെ ഒരു മാറ്റം വന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ബേപ്പൂര് ആദ്യം കോഴിക്കോട് കോർപ്പറേഷൻ മത്സരിക്കാൻ കൊടുത്തു, അവിടെ തോറ്റു. അതിനുശേഷം കോഴിക്കോട് ലോക്സഭയിൽ മത്സരിപ്പിച്ചു, അവിടെയും തോറ്റു. അതിനുശേഷം ബേപ്പൂർ ഏറ്റവും ഉറപ്പായിട്ട് ജയിക്കുന്ന സ്ഥലത്ത് കൊണ്ടേതാക്കി. അങ്ങനെ 28,000 വോട്ടിന് കഴിഞ്ഞ വർഷം ജയിച്ചു. എന്താണ് മുഹമ്മദ് റിയാസിന് ഇത്ര താല്പര്യമുണ്ടായത് അറിയാമോ? ക്രൈമിൻ്റെ ഓഫീസ് അദ്ദേഹം ഗുണ്ടകളുമായി വന്ന് 2005 ഫെബ്രുവരി 2 പെട്രോളും ഡീസലും പെട്രോളുമായി വന്ന് കുറേ ഗുണ്ടകളുമായി വന്ന് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കുകയും അവിടെ നിന്ന് ലാവ്ലിൻ കേസിൻ്റെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോവുകയും കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ അടക്ക രേഖകൾ കടത്തിക്കൊണ്ടുപോവുകയും അത് വെച്ച് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ അകത്താണ്. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. പിണറായി വിജയൻ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പിന്നെ റിയാസ് സ്ഥാനമാനങ്ങൾ നേടി എന്നുള്ള എന്തിന്? സ്വന്തം മോളെ പോലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടിരുന്നു പിണറായി വിജയൻ. അത്രയും ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി പിണറായി വിജയൻ. അങ്ങനെയാണ് നമ്മളെ മുഹമ്മദ് റിയാസ് വളർന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി കൊണ്ടല്ല, പ്രവർത്തന പാരമ്പര്യം കൊണ്ടല്ല, നേട്ടങ്ങൾ കൊണ്ടല്ല. കുതികാല് വെട്ടും ഒക്കെ നടത്തിയ ആളാണ്. പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് മുഹമ്മദ് റിയാസ്. അവിടെയാണ് ഇത്തവണ
PV അൻവർ കടന്നു വന്നിരിക്കുന്നത്. PV അൻവർ എന്ന് പറയുന്നത് നിലമ്പൂരിൽ ഒറ്റയ്ക്ക് നിന്ന് 20,000 വോട്ട് നേടിയിട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ. അങ്ങനെ വന്ന് അദ്ദേഹം എന്തിനാണ് എതിരായിട്ടാണ് വന്നത്? P ശശിക്കെതിരെയും മരുമോനിസത്തിനെതിരായിട്ടാണ് വന്നത്. അദ്ദേഹം കോഴിക്കോട് ബേപ്പൂർ കാല് കുത്തിയ മുതൽ ഒരു വലിയ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു നേതാവിനെ പോലെയാണ് കണ്ടത്. അവിടെ സാധാരണ പാർട്ടി പ്രവർത്തകർ വല്ലാത്ത ആവേശത്തോട് കൂടിയിട്ടാണ് PV അൻവറിൻ്റെ കൂടെ കൂടിയത്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് ഭിന്നിക്കും. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടിൻ്റെ ഒരു വലിയ ഭിന്നിപ്പ് അവിടെ ഉണ്ടാകും. മുസ്ലിം വോട്ട് എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഉള്ളിലുള്ള ഈ മുഹമ്മദ് റിയാസിനോട് താല്പര്യമില്ലാത്ത അഹങ്കാരവും ധിക്കാരവും ഏതോ കൊമ്പത്തെ രാജാവ് എന്നുള്ള രൂപത്തിൽ വളർന്ന് രാജകുമാരനാണെന്നുള്ള രൂപത്തിൽ നടന്നിരുന്ന റിയാസ് അവിടെ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 5 വർഷമായിട്ട്. ബേപ്പൂരിൽ വികസനത്തിൻ്റെ പ്രതീക്ഷ കൊണ്ടുവന്നു എന്ന് പറയുന്ന മുഹമ്മദ് ഒരു മണ്ണാങ്കട്ടിയും കൊണ്ടുവന്നിട്ടില്ല സത്യത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് അൻവർ വന്നോട് കൂടിയിട്ട് പിണറായിക്കെതിരെ വല്ലാതെ ജനങ്ങൾ വെറുപ്പോടെ അറപ്പോടെ കണ്ടിരുന്ന സമയത്ത് മരുമോനാണ് അതിന് കാരണക്കാരൻ എന്ന് തിരിച്ചറിഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള CPM-ൻ്റെ സാധാരണ അണികൾ എതിരായി തീർന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് PV അൻവറിന് അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും. ഈ വെല്ലുവിളി അദ്ദേഹം എന്താ പറഞ്ഞത്, മുടി മുട്ടയടിച്ച് കാത് കുത്തി നടക്കുന്ന എവിടെയൊക്കെയാണ്? കോഴിക്കോട് കിഡ്സൺ കോർണർ മുതൽ മിഠായി തെരുവിലൂടെ അദ്ദേഹം നടക്കുന്നു പറഞ്ഞത്. മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ തെരുവാണ്. നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ മിഠായി തെരുവ് എന്ന് പറഞ്ഞ ഒരു മിഠായി തെരുവ് എന്നൊരു കഥ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിമ തന്നെ ഉണ്ട് മിഠായി തെരുവിൽ. ആ സ്ഥലത്തു നിന്ന് തുടങ്ങി, കിഡ്സൺ കോർണറിലാണ് പ്രതിമയുള്ളത്, അവിടെ തുടങ്ങി അദ്ദേഹം എന്തായി നടക്കുന്ന പറഞ്ഞത്, മുട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് നടക്കുന്ന പറഞ്ഞത്, പെൺവേഷത്തിൽ ധരിക്കുന്നതാണ്. തിരിച്ച് മുഹമ്മദ് റിയാസ് റെഡി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ മുഹമ്മദ് റിയാസ് അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. അതെന്താ മിണ്ടാത്തത്? വെല്ലുവിളി സ്വീകരിക്കണ്ടേ? PV അൻവർ പറഞ്ഞ, പത്രക്കാരോട് പറഞ്ഞ അതൊന്നും നമുക്ക് കേൾക്കാം. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. തിരുവനന്തപുരത്ത് ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ, മറ്റു ജില്ലകളിൽ BJP-യുടെ വോട്ട് ഗണ്യമായി കുറയും. ആ വോട്ട് കൂടി ഈ പിണറായിസത്തിനെതിരെ കേരളത്തിൽ പോൾ ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും നമ്മൾക്ക് എണ്ണി നോക്കിയാൽ കാണാൻ കഴിയില്ല. അപ്പം ഞാൻ ഇത്രയും അടിവരയിട്ടുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പം രാവിലെ ഇരുന്നിട്ട് മുഹമ്മദ് റിയാസ് കൊടുക്കുന്ന പ്രസ്താവനകൾ, ഇൻട്രാക്ഷൻസ് ഞാൻ കണ്ടു. എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 82,000 വോട്ട്, സർവകാല റെക്കോർഡ്. ആ വോട്ടിന് മേലെ ഞാൻ ജയിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ഇന്ന് രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചുക്കോടെ നടക്കാൻ പോകുന്നില്ല. 65,000 വോട്ടിന് മേലെ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ കയറാൻ പോകുന്നില്ല. അവിടുത്തെ നേർ ചിത്രം അതാണ്. ഞാൻ ഒറ്റ കാര്യം, പത്രമാധ്യമങ്ങൾ നമ്മൾ കോഴിക്കോടത്തെ എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് മുഹമ്മദ് റിയാസിനെ ഇത്രയും കോൺഫിഡൻസിലാണല്ലോ സംസാരിക്കുന്നത്, വെല്ലുവിളിക്കുകയാണ്. 65,000 അല്ലേ? അപ്പോൾ എൻ്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം അത് പറയുന്നെങ്കിൽ, കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ ഇരുന്നിട്ട് ഞാനൊരു അഗ്രിമെൻറ്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പറഞ്ഞു പോയാൽ പോരാ. അപ്പോൾ ഈ ആളുകളോട് ഈ പറഞ്ഞു വരുന്ന എന്താ പറയുക, അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. ഞാൻ റെഡിയാണ്. എവിടെയാണ് റെഡി? കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ എഴുതി ഒപ്പിടാം. വെറുതെ പറഞ്ഞു പോവില്ല. മൊട്ടയടിക്കുക മാത്രമല്ല, കമ്മലിടും. കമ്മൽ അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക. മൊട്ടയടിച്ചാൽ മതി. തയ്യാറുണ്ടോ? ഇന്ന് രാവിലെ ഇപ്പോൾ ഇരുന്നിട്ട് എന്താ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്താ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? കള്ളക്കണ്ണീരൊഴുക്കിയത് ഞാൻ വ്യക്തിഹത്യ നടത്തുക. എന്ത് വ്യക്തിഹത്യ? ഞാൻ ആകെ പറഞ്ഞത് ഈ മരുമോനിസത്തിൻ്റെ കാര്യമാണ്. മരുമോനിസം എന്ന വാക്കിനെയാണ് അദ്ദേഹം ഈ വ്യക്തിഹത്യ എന്ന് പറഞ്ഞത്. നമ്മളതിനെ കൗണ്ടർ ചെയ്ത് നമ്മൾ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒന്നിനും മറുപടിയില്ല. എന്നിട്ട് ഇപ്പം ഇരുന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് UDF-ന്റെ സംസ്ഥാന നേതാക്കൾ പിരിവ് നടത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം,
എത്ര മോശപ്പെട്ട പ്രസ്താവനയാണ്. ഒരു തവണയല്ല, ആവർത്തിക്കുക, ഇന്ന് രാവിലെ കൂടി ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ UDF ലീഡർഷിപ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആളുകളെ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പറ്റിച്ച് പണം പിടുങ്ങുന്നവരാണ് UDF ലീഡർഷിപ്പ് എന്ന് അദ്ദേഹം ഒരു തവണയിൽ ആവർത്തിച്ച് പറയാണ്. അപ്പൊ ആരാണ് വ്യക്തിഹത്യ നടത്തുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണല്ലോ, മന്ത്രിസഭ നിലവിലുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ സെക്രട്ടറിയായ ബിജു പ്രഭാകർ IAS, ഈ പറയുന്ന PWD അന്നത്തെ സെക്രട്ടറി, അദ്ദേഹം 3 ദിവസം നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടതാണല്ലോ. ഒരൊറ്റ വർക്കിൽ 65 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കേട്ടല്ലോ, എന്ത് രസികനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് ബേപ്പൂരിൽ ഇത്തവണ ആര് ജയിക്കും തോൽക്കും എന്നുള്ളതിനെ കുറിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നത് റിയാസിന് അനുകൂലമായിട്ടാണ്. എല്ലാ എക്സിറ്റ് പോളിലും അങ്ങനെയാണ്. പക്ഷെ കോഴിക്കോട് ജനങ്ങളുടെ മനസ്സെന്താണെന്ന് നമുക്കറിയാം. കോഴിക്കോട് കോർപ്പറേഷനിലെ അദ്ദേഹം പാളയം വാർഡിൽ മത്സരിക്കും. നമ്മളെ ക്രൈമിന്റെ ഓഫീസിനായ വാർഡാണ്. ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചു, അവിടെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടു. കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനിൽ നിന്നപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു വിട്ടു. MK രാഘവനെ ആയിരുന്നു സ്ഥാനാർത്ഥി. ഞാനെന്ത് ചെയ്തു, മുഹമ്മദ് റിയാസിന്റെ പേരിൽ അതേ പേരിലുള്ള ഒരു എൻ്റെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, PA മുഹമ്മദ് റിയാസിനിട്ട് അദ്ദേഹത്തെ കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തി 1600 വോട്ട് പിടിച്ചു. അദ്ദേഹം ഈ മുഹമ്മദ് റിയാസിന് കിട്ടുന്ന 1600 വോട്ട് പിടിച്ചിട്ട് 800 വോട്ടിന് തോറ്റു. അങ്ങനെയാണ് MK രാഘവൻ ജയിക്കുന്നത് 1300 വോട്ടിന്. അപ്പം ഈ വിധത്തിലാണ്, 800 വോട്ടിനാണ് തോറ്റത്. അപ്പം ഈ വിധത്തിലാണ് കോഴിക്കോടിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിൽ ഇത്തവണ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പാരമ്പര്യമുള്ള നാടാണ്, സത്യസന്ധതയുടെ നാടാണ്, ചതിയും വഞ്ചനയ്ക്ക് അധികം കൂട്ടു നിൽക്കാത്ത ആളുകളാണ്. ആരെങ്കിലും ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും കള്ളത്തരവും വഞ്ചനയും കാണിച്ചാൽ അവരെ കൂടെ നിർത്തില്ല. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ PV അൻവറിന് അവിടെ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 വോട്ടിന് ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മാത്രമല്ല കോഴിക്കോട് ജില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് 13 സീറ്റിൽ 13 സീറ്റും UDF നേടാൻ പോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. DCC പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ അത് ക്ലിയറായി പറയുന്നുണ്ട്. അദ്ദേഹം എന്താണോ പറഞ്ഞത് അതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് കയ്യിലേക്ക് വരാതിരുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ മീൻചന്തയിൽ ഒരു തോൽവി വന്നിരുന്നു. കോഴിക്കോട് മേയറായിട്ട് മത്സരിക്കാൻ വന്ന CP കുഞ്ഞുവിൻ്റെ മകനെ തോൽപ്പിച്ചിരുന്നു. ഈ മീൻചന്ത എന്ന് പറയുന്നത് എവിടെ അറിയോ? ബേപ്പൂർ മണ്ഡലത്തിൽപ്പെട്ടാണ്. അവിടെ തോൽക്കാൻ കാരണം എന്താ അറിയോ? CP കുഞ്ഞുവിൻ്റെ മകൻ മുഹമ്മദ് റിയാസിനേക്കാൾ വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കി മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ച് വിട്ടതാണ് അവിടെ, വോട്ട് അട്ടിമറിച്ചിട്ട്. അതേ അട്ടിമറി ഇപ്രാവശ്യം തിരിച്ചിട്ട് പണി കൊടുക്കും. അപ്പം കോഴിക്കോട് എന്ന് പറയുന്നത്, ബേപ്പൂർ എന്ന് പറയുന്നത് അവിടെയുള്ള കഴിഞ്ഞ തവണ രാമനാട്ടുകര ഫറോക്ക് 2 ഇതാണ് മുനിസിപ്പാലിറ്റിയാണ്. അവിടെ കഴിഞ്ഞ ശേഷം UDF ആണ് അധികാരത്തിലെത്തിയത്. വൻ ഭൂരിപക്ഷത്തിനാണ് ഈ ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഫറൂഖും അതേപോലെ രാമനാട്ടുകരയും UDF നേടിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഈസി വോക്ക് ഓവറല്ല, ജയിക്കാനാണ് എല്ലാ തരത്തിലും PV അൻവറിന് സാധ്യത എന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടുന്നത്. 82 മുതൽ പിന്നെ നമുക്ക് കാണുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ട് കാലഘട്ടമായിട്ട് ആ വോട്ട് സ്പ്ലിറ്റാണ് നടക്കാറുണ്ട്. ഇപ്രാവശ്യം പുറത്തുനിന്ന് അൻവർ വന്നുകൊണ്ട് ആ ഒരു വോട്ട് കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കിട്ടുന്നുണ്ടോ? അല്ല, ലീഗിന്റെ ആവശ്യപ്രകാരമാണ് PV അൻവർ എവിടെ എത്തിയത്, UDFിലെത്തിയത്. ഇത്തവണത്തെ പ്രത്യേകത പ്രവീൺ കുമാർ എന്ന് പറയുന്ന കോഴിക്കോടിന്റെ ധീരനായ ഒരു നേതാവാണ് പ്രസിഡന്റായിട്ടുള്ളത്. കോഴിക്കോട് പ്രസിഡന്റ് കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് കോൺഗ്രസിന് ഒരു പടലപ്പിണക്കോ ഒരു തർക്കമോ ഇല്ലാതെ സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചത്. അത് കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായിട്ട് പ്രാവശ്യം പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതുപോലെ അൻവറിന്റെയാണ്. അതെ, അത് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തു ആര്, നമ്മുടെ KPCC പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയം സുനിശ്ചിതമാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട വിജയമായിരിക്കും. കാരണം കുടുംബവാഴ്ചക്കെതിരെ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും മരുമോനും കൂടെ മുഖ്യമന്ത്രി മന്ത്രിയായത് നാണക്കേടാണ്. ആ പാർട്ടിക്ക് നാണക്കേടാണ്. കുടുംബവാഴ്ച എന്നിട്ട് സ്വന്തം മരുമോനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ സകല പണിയും ഇതാക്കുന്നത്. പിണറായി വിജയന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? മകളാണ്. മകള് കഴിഞ്ഞിട്ടേ പിണറായി വിജയൻ എന്തുള്ളൂ. മകള് പറയുന്ന പോലെയാണ് എഴുന്നേക്കുന്നത്, ഇരിക്കുന്നതും കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നത്.
അപ്പം മകൾ കണ്ടുകിട്ടിയാൽ പിണറായി വിജയൻ അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കും. അങ്ങനെയുള്ള മകള് താല്പര്യം എന്താ, അച്ഛൻ ഇനി മുഖ്യമന്ത്രി ആവണ്ട, റിയാസിനെ മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിനും എനിക്കും കൂടി യാത്ര ചെയ്യണം, ജീവിക്കണം എന്നാണ് പിണറായി വിജയനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് റിയാസിനെ കൊണ്ടുവന്ന് ഇപ്പോൾ അവിടെ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പേരിലാണ് AN ഷംസീറിനെ വെട്ടിയത്. AN ഷംസീറിന്റെ പാരമ്പര്യം മുഹമ്മദ് റിയാസിനുണ്ടോ? ഇല്ല. AN ഷംസീർ ഒരു നാളത്തെ തടസ്സമാവരുതെന്നുള്ളതുകൊണ്ട് AN ഷംസീറിനെ വെട്ടി. AN ഷംസീറിന്റെ രഹസ്യ പിന്തുണക്കാരുള്ളത് PV അൻവറിനാണുള്ളത്. ഇത് മലബാർ മേഖലയുള്ള ഒരു സത്യമാണ്. മുസ്ലിങ്ങളിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ് AN ഷംസീർ. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം സ്പീക്കർ എന്നുള്ള രൂപത്തിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. VD സതീശനൊക്കെ ഏറ്റുമുട്ടി നിൽക്കുമ്പോൾ അദ്ദേഹം ആ സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് മന്ത്രിമാരോടൊക്കെ ഇരിക്കാൻ പറയും. അപ്പൊ നമുക്കൊരു ബഹുമാനം തോന്നാറുണ്ട്. ആ AN ഷംസീറിനെ എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല? അത് മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രിയാവാൻ തടസ്സമാവരുന്നതൊക്കെ കൊണ്ടാണ്. അതിന്റെ പണി പാലും വെള്ളത്തിൽ കിട്ടും ബേപ്പൂര് ഉറപ്പായിട്ടും. പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണ് ഇപ്രാവശ്യം അവിടെ തോൽക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം. പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു ശുദ്ധീകരണമാണ്. ഇതിൽ കാട്ടുകള്ളന്മാരായ മുഹമ്മദ് റിയാസും അതേപോലെ പിണറായി വിജയൻ അടക്കമുള്ള കൊള്ളക്കാരെ ഇതിനകത്ത് ഓട്ടിച്ചിട്ട്, തട്ടിപ്പുകാരെ ഓട്ടിച്ചിട്ട് ആ പാർട്ടി ഒരു ശുദ്ധീകരണം നടത്തണമെന്ന് ആരാ പറഞ്ഞത്? MA ബേബിയാണ്. എലക്ഷൻ കഴിഞ്ഞോട്ടെ എന്നൊരു ശുദ്ധീകരണം നടക്കും ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ MA ബേബി മഹാമോശക്കാരനാണെങ്കിലും ക്രൈമുമായി ഏറ്റുമുട്ടി കോടതിയിൽ കയറി ഞാൻ വിസ്തരിച്ച് അവസാനം ഞാൻ പറഞ്ഞ വാർത്തകളെല്ലാം സ്വർലയ അഴിമതിയെല്ലാം സത്യമാണെന്ന് ലോകം മുഴുവൻ അദ്ദേഹം തന്നെ വിളിച്ചു പറയേണ്ട ഗതികേടൊന്നും. കവിയൂർ കേസിലെ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ആളാണെന്ന് അദ്ദേഹത്തിന് കോടതിയിൽ വെച്ച് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സത്യമാണെന്ന് വിശ്വസിക്കാം. കാരണം പാർട്ടി തകർന്ന് തനിപ്പണമാവാണ്. ബംഗാളിനെ പോലെ ഒന്നോ രണ്ടോ സീറ്റ് നിൽക്കുകയാണ്. കേരളത്തിൽ ഇതോടുകൂടി CPM തകരുകയാണ്. അപ്പോൾ CPM രണ്ടാമത് ഇപ്പം ഇതോടുകൂടി ഇതാവുകയാണെങ്കിൽ അത് വളരണമെങ്കിൽ പാർട്ടി പ്രതിപക്ഷത്ത് വരണം. പാർട്ടിയുടെ നിലനിൽപ്പിന് വേണമെന്ന് ഇപ്രാവശ്യം പ്രതിപക്ഷത്ത് പോകണം. അതാണ്. അതുകൊണ്ട് ബേപ്പൂരിലെ തോൽവി അനിവാര്യമാണ് എന്ന് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചരിത്രത്തിന്റെ ഒരു നിയോഗമാണ്.